നമസ്കാരം, കുട്ടികൾക്കും സുബർ സാറാണ്. നമ്മളിന്ന് CBSE 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ള ട്രിഗണോമെട്രിയിലെ ഒരു അടിപൊളി ക്വസ്റ്റൻ നമ്മൾ ഇനി വരാൻ പോകുന്ന എക്സാമിന് വേണ്ടിയുള്ള സെലക്ടഡ് ക്വസ്റ്റൻസ് ആണ്. ഓക്കെ, ഇവയിലേക്ക് വേണം നമ്മൾ ഇനിയും പഠിച്ചെടുക്കാൻ. ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിക്കുന്നതാണ് പ്രത്യേകിച്ച് ട്രിഗണോമെട്രിയിലെ പ്രൂഫുകൾ. അപ്പൊ അവനെ തന്നെ അങ്ങോട്ട് എടുത്തേക്കാം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വളരെ നല്ലൊരു ക്വസ്റ്റൻ ആണ് ഇപ്പോൾ വരാൻ പോകുന്ന ക്വസ്റ്റൻ. എക്സാമിന് വേണ്ടിയുള്ള കുറെ ക്വസ്റ്റൻസിന്റെ കളക്ഷൻ ഉണ്ട്, അതിനുള്ളിൽ നിന്നുമാണ് നമ്മൾ ഇത് തരുന്നത്. ഓക്കെ, പിന്നെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് മാത്സിനെ നമുക്ക് സിമ്പിളായിട്ട് സൂപ്പറായിട്ട് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും തരും. നമുക്ക് ഏറ്റവും നന്നായിട്ടുള്ള മാർക്ക് കിട്ടാനുള്ള എല്ലാ വഴികളും പറഞ്ഞു തരും. ഓക്കെ, ഇൻക്ലൂഡിങ് കേസ് സ്റ്റഡി ക്വസ്റ്റൻസ് എല്ലാം തന്നുകൊണ്ടായിരിക്കും ക്ലാസ്സുകൾ, നോട്ട്സുകൾ എല്ലാം തരും. ഓക്കെ, ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റൻ നോക്കുക. പ്രൂവ് ദാറ്റ്. എല്ലാവർക്കും അറിയാമല്ലോ പ്രൂവ് ദാറ്റ് ആണ് വരുന്നത് അല്ലേ. sin raised to 4a minus cos raised to 4a is equal to sin square a minus cos square a. രണ്ടാമത്തെ 2 sin square a minus 1, മൂന്നാമത്തെ 1 minus 2 cos square. ഇതൊരൊറ്റ ക്വസ്റ്റൻ ആണ് കേട്ടോ. പിന്നെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആദ്യം ഇതും തമ്മിൽ ഈക്വൽ ആണെന്ന് ഷോ ചെയ്യണം. രണ്ടാമത് ഇതിന് ഈക്വൽ ആണെന്ന് ഷോ ചെയ്യണം. മൂന്നാമത് ഇയാൾക്ക് ഷോ ചെയ്യണം. എന്ന് പറഞ്ഞാൽ എല്ലാം ഷോ ചെയ്തേ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ LHS സ്റ്റാർട്ട് ചെയ്യാം. sin raised to 4a minus cos raised to 4a. sin raised to 4 നമ്മൾ a square minus b square പഠിച്ചിട്ടുണ്ട്. a plus b into a minus b അല്ലേ. അതേപോലെ ഒരെണ്ണമാണ് ഇവിടെ വരാൻ പോകുന്നത്. a raised to 4 minus b raised to 4 can be factorized as 2 times a square plus b square into a square minus b square. ഓക്കെ, ഇവിടെ പവറുകൾ 4 ആയിരുന്നു, അപ്പോൾ ഹാഫുകൾ എടുക്കണം. 4ന്റെ ഹാഫ് ആവാൻ 2 അല്ലയോ, അങ്ങനെ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റിസൾട്ട് ആണ് ഞാനിപ്പോൾ ഇവിടെ അങ്ങോട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. Therefore, this can be written as 2 brackets. ആ 2 ബ്രാക്കറ്റുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഇപ്പൊ മനസ്സിൽ വന്നു കാണും ഇല്ലയോ. ഇവിടുത്തെ a എന്ന് പറഞ്ഞാൽ sin aയും b എന്ന് പറഞ്ഞാൽ cos aയും ആണ്. അപ്പൊ sin raised to 4 minus cos raised to 4 is in the form of a raised to 4 minus b raised to 4. Okay, that can be sin square a plus cos square a into sin square a minus cos square. ഓക്കെ, ഇത് നിങ്ങൾക്കറിയാം 1 ആയി അല്ലേ. അപ്പൊ 1 into അത്രയും, that is sin square a minus cos square a. 1 into sin square a minus cos square a മോനെ. ആര് തന്നെയാ? sin square a minus cos square a. നമ്മുടെ ഒന്നാമത്തെ പ്രൂഫ് ആണല്ലോ, ഇവൻ കിട്ടി. അത് ഓക്കെ ആയല്ലോ. ഇനി രണ്ടാമത്തെ പ്രൂഫിന് വേണ്ടി 2 sin square a minus 1 ഈ കിട്ടിയെടുത്തത് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയെന്തായിരുന്നു? sin square a minus cos square a എന്നാണ് കിട്ടിയത്, ശരിയല്ലയോ? രണ്ടാമത്തെ പ്രൂഫാണ് ഇയാൾക്ക് വേണ്ടി. ഇത് ഈക്വൽ ടു ഇത് കിട്ടി, അതാണ് എഴുതിയേക്കുന്നത് കേട്ടല്ലോ. ഇനി നിങ്ങൾക്കറിയാം cos square a എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് cos square a എന്ന് പറഞ്ഞാൽ 1 മൈനസ് ആയിരുന്ന sin square a പഠിച്ചിട്ടുള്ളതോ. സ്ക്വയർഡ് റിലേഷൻസിൽ 1 minus sin square x cos square x, ശരിയല്ലയോ? Therefore cos square x can be 1 minus sin square x or cos square a can be 1 minus sin square a in bracket. ഓക്കെ, കാരണം 2 പേരായിട്ട് അതുകൊണ്ട് cos square ക്ക് വരെ 2 പേരാണ്, ബ്രാക്കറ്റ് കൊടുക്കണം, നെക്സ്റ്റ് ഓപ്പൺ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു sin square a മൈനസ് ആവുമ്പോൾ -1 മൈനസ് ആരാണ്? പ്ലസ് sin square a. ഇപ്പൊ നോക്കിക്കേ മോനെ, sin square a minus 1 plus sin square a, that is sin square a plus sin square a becomes 2 sin square a minus 1. ഓക്കെ ആയി, രണ്ടാമത്തെ പ്രൂഫ് ആയി. നെക്സ്റ്റ് 1 minus 2 cos square. ഇപ്പൊ നിങ്ങൾക്ക് കത്തി കാണും മൂന്നാമത്തെ അല്ലേ. ഇവിടുന്ന് പിന്നെ തുടങ്ങണം. ദാറ്റ് ഈസ് sin square a മൈനസ് ആരാണ്? cos square a. ഇതാണ് നമുക്ക് ഇപ്പൊ കിട്ടിയത്, ശരിയല്ലേ? ഇതിനെ ചെയ്ത് അവിടുന്ന് തുടങ്ങേണ്ടത്. ഇവിടെ നോക്കിക്കേ, 1 minus 2 cos square എന്ന് പറഞ്ഞാൽ മുഴുവൻ കോസിലോട്ട് മാറണം, സൈൻ വേണ്ട. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ sin square ക്ക് പകരം ആരെന്ന് എഴുതണം? 1 minus cos square, ശരിയല്ലയോ? 1 minus cos square ആരമാണ്? sin square അല്ലേ. അപ്പൊ ഈ sin square ക്ക് വരെ 1 minus cos square എഴുതി, പിന്നുള്ള മൈനസ് അഗെയിൻ cos square. ഈ 1 എഴുതി കഴിഞ്ഞാൽ മൈനസ് cos square അഗെയിൻ മൈനസ് cos square. അപ്പൊ എത്രയായി? -2 cos square. ദാറ്റ്സ് ഓൾ, ആൻസർ ആയി. ദാറ്റ് ഈസ് -2 cos square. നമ്മുടെ RHS ആയി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടത്. നന്നായിട്ട് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒട്ടും മടിക്കണ്ട, ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.